തേന്മാവിൻ കൊമ്പത്ത് കൊതിച്ചതും വിധിച്ചതും ജൂൺ 29 മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക്. ഇവിടുന്ന് പോയതിനു ശേഷം അവളെ ഒന്ന് വിളിക്കാൻ പോലും പറ്റിയിട്ടില്ല. സന്ദീപും വിളിച്ചില്ല. അവിടെ എന്തായി കാണുമെന്നുള്ള ആദ്യം എനിക്ക്. എന്തിനാ ആദി? അവൾക്ക് അവിടെ ഒരു കുഴപ്പവും വരില്ല. സാക്ഷാൽ മൂകാംബികാ ദേവിയുടെ അനുഗ്രഹമുള്ള കുട്ടിയല്ലേ അവള്. ഇനി അഥവാ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ തന്നെ അവൾ അതിനെയൊക്കെ നിഷ്പ്രയാസം അതിജീവിക്കും. ആ ഒരു വിശ്വാസം മാത്രമേ ഉള്ളൂ എനിക്ക്. എന്തു വന്നാലും ദേവി അവളെ കൈവിടില്ല. ആ ഒരു സമാധാനത്തിലാണ് ഞാനിവിടെ കഴിയുന്നത്. ഇവിടുത്തെ ഓരോ പ്രശ്നങ്ങൾ കാരണം എനിക്ക് അത്രടം പോയി അവളുടെ വിശേഷങ്ങളൊന്നും തിരക്കാൻ കഴിയുന്നില്ല. വീട്ടിൽ നിന്നിപ്പോ മാറി നിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ദേവൂട്ടിയുടെ അച്ഛൻ വിഷമിക്കണ്ട. ദേവൂട്ടിക്ക് അവിടെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. സാക്ഷാൽ മൂകാംബികാ ദേവിയുടെ തണലും തണുപ്പും അവൾക്ക് എന്നും ഉണ്ടാവും. ആ, ദേവൂട്ടിയുടെ വിശേഷം അറിയാൻ ഇവിടുന്ന് രണ്ടുപേര് പോയിട്ടുണ്ട് കേട്ടോ. അതാരാ? ദേവൂട്ടി കല്യാണം കഴിഞ്ഞ് പോയത് മുതൽ അവളെ കാണാഞ്ഞിട്ട് ആ അംബികാമ്മയില്ലേ, അവരാകെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെയാ കിഷന്റെ കാര്യവും. ഒടുവിൽ രണ്ടുപേരുടെയും സങ്കടം മനസ്സിലായപ്പോ ഞാൻ അവരോട് ദേവൂട്ടിയുടെ വീട് വരെ പോയി അവളെ കണ്ടുവരാൻ പറഞ്ഞു. രണ്ടുപേരും ഇപ്പങ്ങ് എത്തിയിട്ടുണ്ടാവും. എന്റെ ദേവി, അവർക്കെങ്കിലും അങ്ങനെ തോന്നിയല്ലോ. ഞാനായിട്ട് ചെയ്യേണ്ടത് വിദ്യാമ്മ അവരെ കൊണ്ട് ചെയ്യിച്ചു. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാനും. പെട്ടെന്ന് തീരുമാനിച്ചതാ. അത് മാത്രമല്ല, ദേവൂട്ടിയുടെ അച്ഛന്റെ ആവശ്യം ഇപ്പൊ വീട്ടിലാണ്. കുറച്ചു ദിവസം കൂടി കഴിഞ്ഞിട്ട് ദേവൂട്ടിയെ കാണാൻ പോയാൽ മതി. അങ്ങനെയാവും മൂകാംബിക ദേവിയും തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും അവര് പോയല്ലോ, അത്ര ആശ്വാസം. എന്നാ ഞാൻ കടയിലോട്ട്. ആയിക്കോട്ടെ. ഇവിടെ സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണല്ലോ ദേവശേഷി. ഇനിയും ഒരു മാസത്തിൽ കൂടുതൽ ഇവിടെ കഴിയാനുള്ളതല്ലേ. കുറച്ചുകൂടി നല്ല സെറ്റപ്പിലുള്ള ബെഡും മറ്റും അറേഞ്ച് ചെയ്ത് തരാൻ സന്ദീപേട്ടനോട് പറയാത്ത എന്താ? ചേച്ചിക്ക് ഇത് തന്നെ ധാരാളമെന്ന് എനിക്കറിയാം. എന്നാലും അങ്ങനെയല്ലല്ലോ. സന്ദീപേട്ടന്റെ ബന്ധുക്കളോ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ചേച്ചി ഈ ചുരുങ്ങിയ സെറ്റപ്പിലാ ജീവിക്കുന്നതെന്ന് കണ്ടാ അവരെന്താ വിചാരിക്കുക? കുറച്ചു ദിവസം കൂടിയൊക്കെ ഉള്ളായിരിക്കും. എന്നാലും കിഷൻ പറഞ്ഞതിൽ കാര്യമുണ്ട് മോളെ. സന്ദീപിനോട് ഞങ്ങള് പറയാം. ശരിയാ, നല്ല ക്ഷീണമുണ്ട്. അല്ല, അംബികാമൊന്നും കഴിച്ചിട്ടില്ല ചേച്ചി? ഓ, കഴിപ്പൊക്കെ പിന്നെ മതി. എനിക്ക് ആദ്യം ഇത്തിരി ചൂടുവെള്ളം കിട്ടുമോ മോളെ? സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയപ്പോ ചായ കുടിക്കാന്ന് ഞാൻ പറഞ്ഞതാ. ദേവു ചേച്ചിയെ കാണാനുള്ള ധൃതിയില് അംബികാമ്മയ്ക്ക് ഒന്നും വേണ്ടായിരുന്നു. എന്തായാലും അംബികാമ്മയ്ക്ക് ചായ എടുക്കുന്ന കൂട്ടത്തില് എനിക്കും കൂടി ഒരു ചായ ആവാൻ ചേച്ചി. അപ്പോ ചേച്ചി ഇവിടെ ഉണ്ടാക്കോ അതോ? ഓ, സന്ദീപന്റെ വീട്ടിൽ നിന്നാണോ ആഹാരമൊക്കെ? ഈശ്വര, ഇവർക്ക് ചായക്കും കഴിക്കാനുള്ള കാര്യങ്ങൾക്കും ഞാനിനി എന്ത് ചെയ്യും? സന്ദീപേട്ടന്റെ വീട്ടിൽ ചോദിച്ചാ അമ്മ അറിഞ്ഞാൽ അത് പ്രശ്നമാവോ? ഇവിടെ ഒരു ചായ തിളപ്പിക്കാനുള്ള സൗകര്യമെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു. ഇവരെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടപ്പോ സന്ദീപേട്ടൻ എന്താ അതേക്കുറിച്ചൊന്നും ചിന്തിക്കാഞ്ഞത്? സുഷമ ചേച്ചിയോട് ഇവർക്ക് ചായ ഉണ്ടാക്കാൻ പറയാം. അതോ സന്ദീപേട്ടൻ അതിനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ടാവോ?
ഞാൻ അവിടെ ചെന്ന് സുഷമ ചേച്ചിയോട് ചായ ഉണ്ടാക്കാൻ പറയുന്നത് അമ്മ അറിയാതിരുന്നാ മതിയായിരുന്നു.